കോട്ടയം ജില്ലാ ആശുപത്രിയിൽ സൗജന്യ ഭക്ഷണ വിതരണം നടത്തുന്നത് കെ കരുണാകരന്റെ ചിത്രത്തിന് താഴെ. പുതുപ്പള്ളി കേന്ദ്രമായുള്ള കരുണാകരൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി. കരുണാകരന്റെ ഓർമ്മ നിലനിർത്താൻ ഈ പദ്ധതി നടപ്പാക്കുന്നതെന്നാണ് സംഘാടകരുടെ നിലപാട്. ഇപ്പോൾ വിവരങ്ങളുമായി സനോജ് കൂടി ചേരുന്നുണ്ട്. സനോജ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അവന്തിക. ഗുഡ് മോർണിംഗ് സനോജ്, ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായി നമുക്കറിയാം ഈ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണവുമായി നടക്കുന്ന വിമർശനങ്ങളുമൊക്കെ മന്ത്രി കെ മുരളീധരൻ പറഞ്ഞതുമൊക്കെ നമുക്കറിയാം. അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതിന് മലക്കം മറിയുകയും ചെയ്തു. ഇപ്പോൾ ഈ കോട്ടയത്തെ ഈ കെ കരുണാകരൻ്റെ ചിത്രത്തിന് താഴെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മ പങ്കുവെച്ചുകൊണ്ടാണ് ഈ പൊതിച്ചോറ് വിതരണം നടത്തുന്നത് എന്നാണ് അല്ലെങ്കിൽ ഈ സന്നദ്ധ സംഘടന അറിയിച്ചിരിക്കുന്നത്. അതിൽ ഈ മന്ത്രിക്ക് അല്ലെങ്കിൽ അതിൽ ഈ കെ മുരളീധരനൊന്നും പറയാനില്ലേ എന്നാണ് ചോദ്യം. എന്താണ് അവിടെ നടക്കുന്നത്? തീർച്ചയായിട്ടും അവന്തിക, കെ കരുണാകരൻ മരണമടഞ്ഞിട്ട് അദ്ദേഹം നിരവധി വർഷങ്ങളായി. ആ വർഷങ്ങൾ നിലനിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കെ കരുണാകരൻ ചാരിറ്റബിൾ ട്രസ്റ്റ് പുതുപ്പള്ളി കേന്ദ്രമായിട്ടാണ് ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപം നൽകിയത്. ആ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ കോട്ടയം ജില്ലാ ആശുപത്രിയിൽ ഈ സൗജന്യ ഭക്ഷണ വിതരണം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കെ കരുണാകരൻ മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിനൊരു മതിയായ സ്മാരകം നിർമ്മിക്കാൻ ഇക്കാലം അത്രയും കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കങ്ങൾ പലപ്പോഴും കോൺഗ്രസ് പാർട്ടിയിൽ രൂപം കൊണ്ടിട്ടുമുണ്ട്. ഒപ്പം തന്നെ മകനായ കെ മുരളീധരന് പോലും അതിലൊരു നേതൃത്വപരമായ പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്താൻ വിവിധ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകരാണ് കെ കരുണാകരൻ്റെ സ്മരണ നിലനിർത്തിക്കൊണ്ട് ഈ ഭക്ഷണ വിതരണം പോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അതുകൂടി മകനായിട്ടില്ലാതാക്കുമോ എന്നുള്ള ഒരു സംശയമാണ് ആളുകൾക്കിടയിൽ രൂപപ്പെടുന്നത്. ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണത്തെ ഒഴിവാക്കാൻ വേണ്ടിയാണ് മുരളീധരൻ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് എങ്കിൽ കൂടിയും ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ അത് വിനയായി മാറിയിരിക്കുകയാണ്. കാരണം മുരളിയൊന്നും അറിയാതെ തന്നെ നാട്ടിൽ കരുണാകരനെ സ്നേഹിക്കുന്ന നിരവധി പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ട്രസ്റ്റുകൾ രൂപീകരിച്ചുകൊണ്ട് സന്നദ്ധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് പുതുപ്പള്ളി കേന്ദ്രമായി കരുണാകരൻ ചാരിറ്റബിൾ ട്രസ്റ്റ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്തരത്തിൽ സൗജന്യ ഭക്ഷണ വിതരണം കോട്ടയം ജില്ലാ ആശുപത്രിയിൽ സംഘടിപ്പിക്കുന്നത്. പാർട്ടിയുടെ കാര്യമായ പിന്തുണയില്ലാതെ കരുണാകരനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കരുണാകരനുമായി ഏറെ ആത്മബന്ധമുണ്ടായിരുന്ന പഴയ പാർട്ടി പ്രവർത്തകരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ മുടങ്ങാതെ ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അതിനുകൂടി തുരങ്കം വയ്ക്കുന്ന ഒരു സമീപനമാണ് മുരളീധരൻ സ്വീകരിച്ചിരിക്കുന്നത് എന്ന ചിന്തയാണ് ഇവർക്കിടയിൽ രൂപപ്പെട്ടിട്ടുള്ളത്. എന്തായാലും കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ അടുപ്പം പുലർത്തുന്ന ആളുകളായതുകൊണ്ട് തന്നെ മുരളീധരൻ്റെ ഈ പ്രസ്താവനയെ പരസ്യമായി തള്ളിപ്പറയാൻ അവർക്ക് കഴിയുന്നില്ല എന്നതും വസ്തുതയാണ്. എങ്കിൽ കൂടിയും ഇത്തരം പ്രവർത്തനങ്ങൾ ഈ മുരളീധരൻ കെ കരുണാകരൻ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ മാത്രമല്ല ജില്ലാ ആശുപത്രിയിൽ ഇത്തരത്തിൽ സൗജന്യ ഭക്ഷണ വിതരണം സംഘടിപ്പിക്കുന്നത് നവജീവൻ ട്രസ്റ്റ് PU തോമസ് എന്ന് പറയപ്പെടുന്ന ആളിൻ്റെ നമുക്ക് കോട്ടയംകാർക്കും ഒപ്പം തന്നെ കേരളത്തിൽ എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട ആൾ കൂടിയാണ്. അദ്ദേഹം കാലങ്ങളായി കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു ജീവനക്കാരനായിരുന്ന അദ്ദേഹം ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ സന്നദ്ധ പ്രവർത്തനങ്ങളും രംഗത്ത് വരുന്നത്. അദ്ദേഹവും ഇത്തരത്തിൽ ജില്ലാ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലുമൊക്കെ ഭക്ഷണ വിതരണം സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ എൻ്റെ ഗ്രാമവും ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയപ്പെടുന്ന ഒരു സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ ഭക്ഷണ വിതരണം സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. അവരെല്ലാവരും തന്നെ ഇത്തരത്തിൽ ബോർഡുകളും ഫ്ലെക്സ് ബോർഡുകളൊക്കെ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് അവരുടെ ഈ ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ സന്നദ്ധ സംഘടനകളും. കാരണം ഏതെങ്കിലും സംഘടനകൾക്ക് വന്നു കയറി ഭക്ഷണം കൊടുക്കാൻ ഒരു തരത്തിലും ആശുപത്രി മാനേജ്മെൻറ്റ് കമ്മിറ്റി സമ്മതിക്കാറില്ല. കാരണം നേരത്തെ തന്നെ അറിയിച്ച് അനുമതി വാങ്ങി അല്ലെങ്കിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുന്നതിൻ്റെ ഭാഗമായി ഓരോ സന്നദ്ധ സംഘടനകൾക്കും പ്രത്യേക സ്ഥലങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് അവർക്ക് ബോർഡ് വയ്ക്കാൻ വേണ്ടിയുള്ള അനുമതി നൽകിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ഭക്ഷണ വിതരണം ഇന്ന സ്ഥലത്താണ് എന്ന് പറഞ്ഞാൽ അവിടെ കൃത്യമായി ആളുകളെത്തും. ഒപ്പം തന്നെ എൻ്റെ ഗ്രാമം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഭക്ഷണ വിതരണം ഇന്ന സ്ഥലത്താണ് എന്ന് പറയുമ്പോൾ അവിടെ കൃത്യമായി ഓരോ സന്നദ്ധ സംഘടനകൾക്കും അതാത് പ്രദേശങ്ങൾ നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. അവർ നൽകുന്ന ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറിയിപ്പുകളാണ് ആ ഫ്ലെക്സ് ബോർഡിൽ. അത് ഡിവൈഎഫ്ഐയുടേതാണെങ്കിലും ഒപ്പം തന്നെ PU തോമസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘടനയുടേതാണെങ്കിലും ഒപ്പം തന്നെ ഈ എൻ്റെ ഗ്രാമം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആണെങ്കിലും അതുപോലെ കരുണാകരൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒക്കെ ആണെങ്കിൽ കൂടിയും അവർ ഭക്ഷണ വിതരണം നൽകുന്ന സമയക്രമത്തെക്കുറിച്ചാണ് ഈ ഫ്ലെക്സ് ബോർഡുകളിലൊക്കെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത്തരം ബോർഡുകളൊക്കെ ഒഴിവാക്കണമെന്ന് കെ മുരളീധരൻ പറയുമ്പോൾ ഈ പ്രവർത്തനത്തെ ആകെ അവതാളത്തിലാക്കുന്ന ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നും വലിയ പ്രതിഷേധം ഉയർന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ നിന്നും പിന്നോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അവന്തിക. ശരി, സനോജാണ് വിവരങ്ങൾ നൽകിയത്.